Sevens Golden Diamonds, Ermalur, Vadadala. കേരളത്തിൽ ആർഎസ്എസിനും ബിജെപിക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തത് രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും ഇടതുപക്ഷത്തിന് ആർഎസ്എസിനെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി. കേരളത്തിൽ ആർഎസ്എസിനും ബിജെപിക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തത് രാഷ്ട്രീയപരമായും പ്രത്യയശാസ്ത്രപരമായും ഇടതുപക്ഷം ആർഎസ്എസിനെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. കൊച്ചി മണ്ഡലം LDF സ്ഥാനാർത്ഥി KJ മാക്സിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ആർഎസ്എസ് ആക്രമണങ്ങളിൽ 130ഓളം പാർട്ടി പ്രവർത്തകരാണ് മലബാറിൽ രക്തസാക്ഷികളായത്. തൊട്ടടുത്ത കർണാടകയിൽ പോലും ബിജെപി അധികാരത്തിലെത്തിയിട്ടും കേരളത്തിൽ അതിന് കഴിഞ്ഞില്ല. അതിന് കാരണം ഇടതുപക്ഷം ആർഎസ്എസിനെ ശക്തമായി നേരിടുന്നതുകൊണ്ടാണ്. ഇടതുപക്ഷം ആർഎസ്എസ് ഡീൽ ഉണ്ടാക്കിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നത് കേരളത്തിലെ മതനിരപേക്ഷ മനസ്സുകളിൽ വിഷം കലക്കാനാണ്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കൂടിയാണ് കോൺഗ്രസ് ഡീൽ വിവാദം ഉയർത്തുന്നതെന്നും ജനമനസ്സുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് കോൺഗ്രസും ലീഗും ബിജെപിയും ശ്രമിക്കുന്നതെന്നും ഇവരുടെ വഞ്ചനയും ചതിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നും ബേബി വ്യക്തമാക്കി. യോഗത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ MK അബ്ദുൽ ജലീൽ അധ്യക്ഷത വഹിച്ചു. മുൻ മേയർ M. അനിൽകുമാർ, PS രാജം, PA പീറ്റർ, TV അനിത, KM റിയാദ്, PA ബോസ്, അഡ്വക്കേറ്റ് മേരി ഹർഷ, M. ഉമർ, TM ഇസ്മായിൽ, K. അജേഷ്, സ്ഥാനാർത്ഥി KJ മാക്സി എന്നിവർ സംസാരിച്ചു. നമ്മുടെ മണ്ഡലം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾ അതൊരു കുഴപ്പമായിട്ട് അതൊരു കുറവായിട്ട് ഒരാൾക്കും ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ പല ഘട്ടങ്ങളിലും ഈ മാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഇതിൻ്റെ വരികയുണ്ടായി. അവരുടെ ആദ്യത്തെ ചോദ്യം ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നതാണ്. അത് കുറച്ച് മാധ്യമങ്ങളും കുറെ UDF നേതാക്കന്മാർ മാത്രം പറഞ്ഞൊരു വാക്കാണ് ഭരണവിരുദ്ധ വികാരം. അത് കേരളത്തിൽ എങ്ങും അങ്ങനെ ഒരു സംഭവമില്ല. അത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കൊച്ചിയിലെ അത് ലേശം പോലുമില്ല. ഞാൻ അവിടെ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ 4 വരികളിൽ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നിട്ടുണ്ട്. കാട്ടാളന്മാർ നാടുപിടിച്ച് നാട്ടിൽ തീമഴ പെയ്തപ്പോൾ പട്ടാളത്ത് പുല്ലായി കരുതിയ പട്ടാഞ്ചേരി മറക്കാവുന്ന ആ നടിയും വെടിയും ഒട്ടേറെ തൊഴിലാളി സഖാക്കൾ ഇടഞ്ഞു വീണു. അതിൽ സഖാവ് ആന്റണിയും സഖാവ് സയ്യിദും സൈദാനിയും രക്തസാക്ഷികളാണ്. ഈ നാട് ഇന്ന് അവകാശബോധമുള്ള തൊഴിലാളികളുടെ തൊഴിലവകാശങ്ങളും ജീവിച്ചിരിക്കാനുള്ള അവകാശവും സംരക്ഷിക്കപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.